ശിഷ്യ ഗംഭീരമാണെങ്കിൽ ഗുരു അതിഗംഭീരമായിരിക്കുമല്ലോ. അങ്ങനെ സിംഗപ്പൂരിൽ പോയിട്ട് ഡോളർ അയക്കുമ്പോ 500 രൂപ കുറച്ചയച്ചാ മതി. ഒന്ന് പോടേ. അനുകരണ കലയുടെ പുതിയ തലങ്ങളിലേക്ക് യുക്ത എന്നാണ് പേര്. യുക്ത. കുറച്ച് യുക്തിയൊക്കെയുള്ള യുക്ത എന്ന് പറഞ്ഞാൽ അനുയോജ്യ. അതായത് 3 വർഷമായിട്ട് മിമിക്രിയിലും ഓട്ടം തുള്ളലിലും സ്റ്റേറ്റ് കലോത്സവത്തിന് A ഗ്രേഡ് മേടിക്കുന്ന മിടുക്കി കുട്ടിയാണ്. അവരും റെഡിയാണ്. പക്ഷെ നമുക്ക് വേണമെങ്കിൽ യുക്തയുടെ മിമിക്രിയിൽ നിന്ന്. ശരി, യുക്ത റെഡിയല്ലേ? ആ യുക്ത കൊള്ളാലോ. അതാണ് യുക്ത നല്ല സുന്ദരിയാണ്. താങ്ക് യു. ഞാൻ അത് ആദ്യം നോക്കിയേ. ഏത് സ്കൂളിലാ? ഞാൻ കോഴിക്കോട് വടകര മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂൾ. മീമുണ്ട. ഇപ്പൊ ഏത് ക്ലാസ്സിലായി? ഞാൻ ഇപ്പൊ +2 അവസാനത്തെ വർഷം. അപ്പൊ ഈ തവണ കൂടിയേ ഉള്ളൂ, അടുത്ത തവണ തൊട്ട് യുവജനോത്സവം. അതെ അതെ. അപ്പൊ നമുക്ക് പെർഫോമൻസിലേക്ക് പോയാലോ? അപ്പോ യുക്തയുടെ ഒരു മിമിക്രി കേൾക്കാൻ തയ്യാറാണോ എല്ലാരും? യുക്തയുടെ ഒരു മിമിക്രി വരുന്നു. ഒരു കൈയ്യടി കൊടുക്ക്. നമ്മുടെ ഒരു പെർഫോമർ വന്നില്ലേ, അതിനുശേഷം നിങ്ങളിലേക്ക് വരാം. അപ്പൊ യുക്തയുടെ മിമിക്രിക്കായിട്ട് സ്റ്റാൻഡ് റെഡിയല്ലേ? അനുകരണ കലയുടെ പുതിയ തലങ്ങളിലേക്ക് സംഗീതവും വെടിക്കെട്ടും സമന്വയിപ്പിച്ച 2030 റോബോട്ടുകൾ അണിനിരക്കുന്ന ഉത്സവ പറമ്പ്. വെടിക്കെട്ട് ഉടനെ ആരംഭിക്കുന്നതാണ്. തെക്കിൽ ദാസൻ വക ഒരു വെടി, താഴെയിൽ ജാനകി വക 2 വെടി. സംഗീത പരിപാടികൾ തുടരുന്നു. നന്ദി സ്നേഹം. യുക്ത ഗംഭീരായി. താങ്ക് യു സോ മച്ച്. എന്താണ് യുക്തയുടെ ഇന്ദുചൂടന്റെ ഫ്യൂച്ചർ പ്ലാൻ? എന്റെ ഒരു ഫ്യൂച്ചർ പ്ലാൻ വെച്ചാൽ കല ഇതിനോടൊപ്പം മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ട്. എനിക്ക് ഒരു ടീച്ചർ താല്പര്യം. ഇതുപോലെ മീഡിയയും ഭയങ്കര താല്പര്യമാണ്. ഞാൻ വേറൊരു എന്റെ ഒരു ആഗ്രഹം പറഞ്ഞോട്ടെ. എന്റെ ഗുരു സുനിൽ സാർ എന്നെ 3ാം ക്ലാസ് മുതൽ സാറാണ് പഠിപ്പിച്ചു വരുന്നത്. മോണാക്ട് ആയിരുന്നു തുടങ്ങിയത്, ഇപ്പൊ മിമിക്രി. വേദിയിലേക്ക് സാറാണല്ലേ ആ സാറ്? സാറ് റൈറ്റ് ഇറക്കുവോ? ശിഷ്യ ഗംഭീരമാണെങ്കിൽ ഗുരു അതിഗംഭീരമായിരിക്കുമല്ലോ. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അനന്തപുരിയിലെ ഭാവരാഗ താളസംഗമങ്ങൾ കൊണ്ട് ധന്യമായ ഈ വേദിയിൽ ഈ 3ാമതും മിമിക്രിക്ക് റിപ്പോർട്ടറിന്റെ അനന്തപൂരമാണ്. ആണോ? ഒരുപാട് സന്തോഷം. ഇന്ന് ഇവിടെ നമ്മുടെ തിരുവനന്തപുരത്തെ സംബന്ധിച്ചോളം ജഗതി, നമ്മുടെ ഹാസ്യ സാമ്രാട്ട് ജഗതി ശ്രീകുമാറിൻ്റെ ജന്മദിനം കൂടെയാണ് ഇന്ന്. അതുകൊണ്ട് തന്നെ ആ ഒരു അവസരത്തിൽ ഈ ഒരു എന്താണ് പറയുക, ഈ ഒരു പിന്നെ മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കാൻ യുക്തക്ക് പറ്റിയതിൽ ഒരുപാട് സന്തോഷം. നമ്മുടെ ജഗതി ശ്രീകുമാർ അദ്ദേഹത്തിൻ്റെ എൻ്റെ ഓർമ്മയിൽ കിട്ടിയ ഒരു ഡയലോഗ് ഒന്ന് പറയാം. അങ്ങനെ സിംഗപ്പൂരിൽ പോയിട്ട് ഡോളർ അയക്കുമ്പോൾ 500 രൂപ കുറച്ചയച്ചാൽ മതി. ഒന്ന് പോടേ. അതുപോലെ ഒരു കാര്യം കൂടി പറയാം. അതുപോലെ നമ്മുടെ മറ്റൊരു താരമാണ് നമ്മുടെ സ്വരാജ് ഏട്ടൻ. അദ്ദേഹം പറയാണ്ട്, സ്വരാജ് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഷോയിൽ ഞാൻ ഉണ്ടായിരുന്നു. അദ്ദേഹം പറയും, സംഭവം തൊണ്ടയാണ്, വന്നാലേ വന്നെന്ന് പറയാൻ പറ്റും. കാര്യം ഒരുപാട് സംഭവം അങ്ങനെ അങ്ങ് പോകട്ടെ. ശരി, ഒരുപാട് സന്തോഷം. താങ്ക് യു. അപ്പൊ ഗുരുവിന് ശിഷ്യയ്ക്കും ഇനി അങ്ങോട്ട് ഒരുപാട് കാലം മുന്നോട്ട് പോകാൻ പറ്റട്ടെ. താങ്ക് യു സോ മച്ച്. ഓക്കെ.